Hello everyone, welcome back. ഇത് നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ സീരീസിലെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്. ബിഫോർ ദാറ്റ് നിങ്ങൾ ഫോണിലാണ് നിങ്ങളുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് റൂം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ബാക്കിയുള്ള മിക്ക ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസിലും വൈബ്രൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഫോട്ടോയിലെ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു ഓർ കളേഴ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇത് തന്നെയാണ് സാച്ചുറേഷനും വൈബ്രൻസും ചെയ്യുന്നത്. ബട്ട് ഹൗ ദേ ഡു ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നമുക്ക് സാച്ചുറേഷൻ എടുക്കാം. സാച്ചുറേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിലുള്ള എല്ലാ പിക്സൽസിൻ്റെയും കളേഴ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നു ഓർ നമ്മുടെ ഫോട്ടോയിലുള്ള ഫുൾ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. ഇതാണ് സാച്ചുറേഷൻ ചെയ്യുന്നത്. ബട്ട് വൈബ്രൻസ് എടുക്കുകയാണെങ്കിൽ വൈബ്രൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിലെ മിഡ് ടോൺ റീജിയനിലെ മാത്രം കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. ഇതാണ് വൈബ്രൻസ് ചെയ്യുന്നത്. സോ മിഡ് ടോൺസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 3 ടോണൽ റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം: ഹൈലൈറ്റ്, ഷാഡോസ് ആൻഡ് മിഡ് ടോൺസ്. ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയിൽ ഡയറക്റ്റായിട്ട് ലൈറ്റ് വീഴുന്ന ഭാഗം ഹൈലൈറ്റ്സ് എന്ന് പറയാം. ആൻഡ് ആസ് എ റിസൾട്ട് ഷാഡോസ് ഉണ്ടാകുന്നു. സോ മിഡ് ടോൺസ് എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ്സിനും ഷാഡോസിനും ഇടയ്ക്ക് വരുന്ന റീജിയനെയാണ് മിഡ് ടോൺസ് എന്ന് പറയുന്നത്. ഓർ നമ്മുടെ ഫോട്ടോയിൽ ഹൈലൈറ്റ്സും ഷാഡോസും ഒട്ടും തന്നെ അഫക്റ്റ് ചെയ്യാത്ത പോർഷനാണ് മിഡ് ടോൺസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സോ വൈബ്രൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് ടോൺ റീജിയനിലെ കളേഴ്സിനെ മാത്രം ഇൻറ്റൻസിഫൈ ചെയ്യുന്നത്. ഇതാണ് വൈബ്രൻസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഫോട്ടോ ആണ് ഞാൻ എക്സാമ്പിളിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫോട്ടോയിൽ സാച്ചുറേഷൻ 100% ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. സോ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫോട്ടോയിലെ ഫുൾ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സെൻറ്ററിലെ ഹൈലൈറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഓറഞ്ചിഷ് കളറായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഈ ഷാഡോസിലുണ്ടായിരുന്ന ഒരു മജന്ത ടോൺ കൂടുതൽ റിവീലായിരിക്കുകയാണ് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്തപ്പം. നമ്മൾ ഇതേ രീതിയിൽ തന്നെ വൈബ്രൻസ് 100% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റ്സിനെയും ഷാഡോസിനെയും ഒന്നും വലിയ രീതിയിൽ ബാധിക്കാതെ തന്നെ ഫോട്ടോയിലെ കളേഴ്സ് ഇൻറ്റൻസ് ആവുന്നതാണ്. സോ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നൗ ഹൗ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി. ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് വൈബ്രൻസ് ആണ്. കാരണം സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയിലെ ഹൈലൈറ്റ്സിലെയും ഷാഡോസിലെയും ഒക്കെ കളേഴ്സിനെ ഭയങ്കര രീതിയിൽ ബാധിക്കും. വൈബ്രൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സോ നിങ്ങളുടെ ഫോട്ടോയിലെ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ വൈബ്രൻസിന് കൊടുക്കുക. വൈബ്രൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോയിലെ ചില റീജിയൻസ് ഒക്കെ അണ്ടർ സാച്ചുറേറ്റഡ് ആയിട്ട് കിടക്കുന്നു എന്ന് തോന്നിയാൽ മാത്രം സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുക. അതും ലോവർ വാല്യൂസിൽ മാത്രം സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള സ്കിൻ ടോൺ ഒക്കെ റിവീൽ ചെയ്യുന്ന ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം വൈബ്രൻസ് മാത്രം യൂസ് ചെയ്യുക. സാച്ചുറേഷൻ ഒട്ടും തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം സ്കിൻ ടോണിലെ കളേഴ്സിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. അതുകൊണ്ട് മാക്സിമം സ്കിൻ ടോൺ റിവീൽ ചെയ്യുന്ന ഫോട്ടോകളിൽ സാച്ചുറേഷൻ യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.